രാവണ കഥാപാത്ര വിശേഷണം രണ്ടാം ഭാഗം കേൾക്കൂ. നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഫോളോ അഥവാ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. രാവണൻ ഈ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം തിന്മയുടെ ഒരു രൂപമാണല്ലേ. പക്ഷേ നമ്മൾ കേട്ടറിഞ്ഞ ഈ കഥയുടെ പിന്നിൽ മറ്റൊന്നുകൂടിയുണ്ടെങ്കിലോ? നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വശം. വാ, നമുക്കതൊന്ന് നോക്കാം. ഇപ്പൊ നോക്കൂ, നമ്മൾ രാവണനെപ്പറ്റി ചിന്തിക്കുന്നത് എങ്ങനെയാ? അഹങ്കാരി, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയവൻ, തിന്മയുടെ ആൾരൂപം അല്ലേ? പക്ഷേ അധ്യാത്മരാമായണം പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അവിടെ രാവണൻ ഒരു മഹാനായ പണ്ഡിതനാണ്, ഒരു പരമഭക്തനാണ്, എന്തിനേറെ മോക്ഷം തേടുന്ന ഒരാളാണ്. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളും തമ്മിൽ എന്തൊരു വ്യത്യാസമാ നോക്കിക്കേ. എങ്ങനെയാണ് തിന്മയുടെ പ്രതീകമായി നമ്മൾ കാണുന്ന ഒരാൾക്ക് മോക്ഷം ആകർഷിക്കുന്ന ഒരു ഭക്തനാകാൻ കഴിയുന്നത്? നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ മനസ്സിലുള്ള രാവണനെ തന്നെ ഒന്നുകൂടി ഉറപ്പിക്കാം. രാവണൻ ഒരു പെർഫെക്റ്റ് വില്ലൻ. എന്തുകൊണ്ടാണ് നമ്മൾ രാവണനെ അങ്ങനെ തന്നെ കാണുന്നത്? കാരണം നമ്മൾ കേട്ടു വളർന്ന കഥ അതാണ്. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു ക്ലാസിക് പോരാട്ടം. ഒരു വശത്ത് ഹീറോ രാമൻ, മറുവശത്ത് വില്ലൻ രാവണൻ. വളരെ സിമ്പിൾ. പക്ഷേ ശരിക്കും ഈ കഥ ഇത്ര ലളിതമാണോ? ചിലപ്പോൾ ഈ ഹീറോ വില്ലൻ എന്നൊക്കെയുള്ള വരകൾ അങ്ങ് മാഞ്ഞു പോകുന്ന ഒരു വേറെ തലം ഈ കഥയ്ക്കുണ്ടെങ്കിലോ? ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. സീതയെ തട്ടിക്കൊണ്ടുവന്നതിന് ശേഷം രാവണന്റെ മനസ്സിൽ എന്തായിരുന്നു? അധ്യാത്മരാമായണം പറയുന്നത് കേട്ടാൽ നമ്മൾ ശരിക്കും അതിശയിച്ചു പോകും. കാരണം അത് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നൊരു കാര്യമല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. സീതയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് രാവണന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരിക്കും? ഇനി വരാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ചാണോ? അതോ സ്വന്തം ശക്തിയെയും അധികാരത്തെയും കുറിച്ചാണോ? അല്ല, രാവണന്റെ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. രാവണൻ ശരിക്കും അക്ഷമനായി കാത്തിരുന്നത് എന്തിനാണെന്നറിയാമോ? എന്തായി രാമൻ ഇതുവരെ വരാത്തത്? എനിക്ക് എപ്പോഴാ വൈകുണ്ഠം കിട്ടുക? അതെ, രാവണൻ കാത്തിരുന്നത് രാമൻ വന്ന് തന്നെ വധിച്ച് മോക്ഷം തരുന്നതിനായിരുന്നു. ഇതൊരു വില്ലൻ ചിന്തിക്കുന്ന കാര്യമാണോ? ഇവിടെയാണ് നമ്മൾ രാവണന്റെ ആ ഒരു ബുദ്ധി കാണുന്നത്. അതൊരു തന്ത്രമായിരുന്നു, മോക്ഷം നേടാനുള്ള ഒരു തന്ത്രം. അതായത് സ്നേഹിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഭഗവാനിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. പക്ഷേ കടുത്ത ശത്രുവായാലോ ഭഗവാനു തന്നെ തേടി വന്നേ പറ്റൂ. എന്നിട്ട് ആ കൈകൾ കൊണ്ട് മരിക്കുക, മോക്ഷമുറപ്പ്. അപ്പോൾ ഹനുമാൻ കാണുന്ന രീതിയിൽ സീതയെ ദേഷ്യം പിടിപ്പിക്കുന്നത്, ഹനുമാൻ വേഗം പോയി രാമനോട് പറയണമെന്ന് ഉറപ്പിക്കുന്നത്, ഇതെല്ലാം ആ വലിയ പ്ലാനിൻ്റെ ഭാഗമായിരുന്നു. രാമനെ എത്രയും പെട്ടെന്ന് ലങ്കയിലേക്ക് എത്തിക്കാനുള്ള പ്ലാൻ. ഇനി നമ്മൾ പോകുന്നത് ഈ കഥയിലെ ഏറ്റവും സർപ്രൈസിംഗ് ആയ ഒരു ഭാഗത്തേക്കാണ്. രാവണൻ സീതയോട് സംസാരിക്കുകയാണ്. ആരെപ്പറ്റി? സ്വന്തം ശത്രുവായ ശ്രീരാമനെപ്പറ്റി. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? സാധാരണഗതിയിൽ എന്താ പ്രതീക്ഷിക്കുക? ഭീഷണിപ്പെടുത്തും, ദേഷ്യപ്പെടും അല്ലേ? പക്ഷേ ഇവിടെ രാവണൻ അതൊന്നുമല്ല ചെയ്യുന്നത്. പകരം ശ്രീരാമന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതും ഒരു തത്വജ്ഞാനിയെപ്പോലെ, ആരാധനയോടെ. ഒരു ശത്രുവിന് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്? രാവണൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. രാമന് നിങ്ങളും ഒരു സാധാരണക്കാരിയായ ശബരിയും ഒരുപോലെയാണ്. എന്തൊരു വലിയ കാര്യമാണത്! അതായത് രാമൻ പുറമേയുള്ള രൂപമോ സ്ഥാനമോ അല്ല നോക്കുന്നത്, എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മാവിനെയാണ് കാണുന്നത്. സ്വന്തം ശത്രുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് രാവണന് കൃത്യമായി അറിയാമായിരുന്നു. അവിടെയാണ് ആത്മബുദ്ധി എന്ന ആ വലിയ ആശയം വരുന്നത്. പുറമേയുള്ള വ്യത്യാസങ്ങൾക്കപ്പുറം എല്ലാ ജീവികളും അടിസ്ഥാനപരമായി ഒന്നുതന്നെയാണെന്ന തിരിച്ചറിവ്. രാവണൻ അങ്ങനൊരു വാക്ക് ഉപയോഗിക്കണമെങ്കിൽ അദ്ദേഹം വെറുമൊരു അസുര രാജാവ് മാത്രമല്ല, വലിയ പാണ്ഡിത്യമുള്ള ഒരാൾ കൂടി ആയിരുന്നു എന്ന് വ്യക്തമല്ലേ? അപ്പം നോക്കൂ, രാമൻ പക്ഷപാതമില്ലാത്തവനാണ്, പാവങ്ങളോട് ദയുള്ളവനാണ്, ഒരു നായിയെയും പണ്ഡിതനെയും ഒരുപോലെ കാണുന്നവനാണ്. ഇതൊക്കെ ആരാ പറയുന്നത്? രാമൻ്റെ ഏതെങ്കിലും ഭക്തനാണോ? അല്ല, നമ്മൾ വില്ലനായി കാണുന്ന സാക്ഷാൽ രാവണനാണ്. ഇത് കേൾക്കുമ്പോൾ ആ ഹീറോ വില്ലൻ എന്നൊക്കെയുള്ള നമ്മുടെ ധാരണകളൊക്കെ തകർന്നു പോകുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും പിന്നെന്താ നമ്മൾ രാവണനെ ഒരു ചാവവില്ലനായി മാത്രം കാണുന്നത്? അതിൻ്റെ ഉത്തരം ഒരുപക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെയാണിരിക്കുന്നത്. ഇവിടെ രണ്ട് രീതിയിലുള്ള ചിന്തകൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന വെസ്റ്റേൺ കഥകളിലൊക്കെ ഒരു ഹീറോയും വില്ലനുമുണ്ടാവും. നന്മയും തിന്മയും തമ്മിൽ പോരാടും. അവസാനം ഹീറോ ജയിക്കും, വില്ലൻ തോൽക്കും. പക്ഷേ ഭാരതീയ കാഴ്ചപ്പാടിൽ രാമായണം പോലുള്ള കഥകൾ ഒരു ദിവ്യമായ ലീലയാണ്, ഒരു നാടകമാണ്. അതിൻ്റെ ലക്ഷ്യം ഹീറോയുടെ വിജയമല്ല, ആ നാടകത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മോക്ഷമാണ്. അപ്പോൾ ആ കാഴ്ചപ്പാടിൽ രാവണൻ നശിപ്പിക്കപ്പെടേണ്ട ഒരു വില്ലനല്ല, ആ നാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്ന നടനാണ്.
അപ്പോൾ ഒരുപക്ഷേ നമ്മൾ പഠിച്ച രീതിയും വായിച്ച കഥകളുമൊക്കെ നമ്മളെക്കൊണ്ട് രാമായണത്തെ ഒരു വെസ്റ്റേൺ ഹീറോ വില്ലൻ സ്റ്റോറിയായി ചിന്തിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആ കഥയിലെ ആഴത്തുള്ള തത്വങ്ങൾ കാണാതെ നമ്മൾ രാവണനിലെ വില്ലനെ മാത്രം കണ്ടു. അപ്പോൾ അധ്യാത്മ രാമായണം അനുസരിച്ച് ആരായിരുന്നു ഈ രാവണൻ, ആരായിരുന്നു ആ ഭക്തൻ? നമുക്ക് ആ പൂർണ്ണ ചിത്രമൊന്ന് നോക്കാം. നോക്കൂ, അദ്ദേഹം വെറുമൊരു അസുരനായിരുന്നില്ല. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളാണ്. സാമവേദത്തിലെ വലിയ പണ്ഡിതനാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ശിവതാണ്ഡവ സ്തോത്രം എഴുതിയത് രാവണനാണ്. പരമശിവന്റെ വലിയൊരു ഭക്തൻ. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. പ്രാർത്ഥിച്ച് ഭഗവാനിലേക്ക് എത്താൻ ഒരുപാട് കാലമെടുക്കും. പക്ഷെ ഒരു കടുത്ത ശത്രുവായാൽ ഭഗവാൻ തന്നെ ഇങ്ങോട്ട് തേടി വരും. ആ ഒരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം വെറുപ്പിന്റെ വഴി, അതായത് വിപരീത ഭക്തിയുടെ വഴി തിരഞ്ഞെടുത്തത്. മോക്ഷം നേടാനുള്ള ഒരു എളുപ്പവഴി. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട്ടിൽ നോക്കുമ്പോൾ രാമരാവണ യുദ്ധം എന്നത് ഒരു യുദ്ധമേ അല്ല, അതൊരു കൂടിക്കാഴ്ചയാണ്. ആര് തമ്മിൽ? ഭഗവാനും ഭക്തനും തമ്മിൽ. എന്തിനു വേണ്ടി? ആ ഭക്തന് മോക്ഷം നൽകാൻ വേണ്ടി. അതായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുകയാണ്. രാമായണം എന്നത് ഒരു ഹീറോ, ഒരു വില്ലനെ തോൽപ്പിക്കുന്ന കഥയാണോ, അതോ ദൈവത്തിലേക്ക് എത്താനുള്ള പലതരം വഴികളെപ്പറ്റി പറയുന്നൊരു വലിയ പുസ്തകമാണോ? ചിലപ്പോൾ നമ്മൾ വില്ലൻ എന്ന് വിളിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകും ഇതുപോലെ പറയാനൊരു കഥ. ഇനി നിങ്ങൾ രാമായണം വായിക്കുമ്പോൾ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ച് ഒന്ന് വായിച്ചു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ കാണുന്ന രാമായണം തന്നെ മറ്റൊന്നായിരിക്കും.